IAS നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വന്നാൽ കിട്ടത്തില്ല. വെറുതെ എന്തിനാ ആഗ്രഹിക്കുന്നതെന്ന് ഓർത്തത് വേണ്ടാന്ന് വെച്ച് IIT-യിലോട് മാത്രം ഇങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ അവളോട് ഒതുക്കി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തലേന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു, മെയിൽ വന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈശ്വര ഇതെന്താ, ആദ്യം മെയിലിൽ നമുക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ പാനൽ കണ്ടപ്പം വിചാരിച്ചു ഇതിൻ്റെ നമ്മുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വല്ലതും കറക്ഷൻ എന്തിനേലും വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അലോട്ട്മെൻറ്റ് തുടങ്ങിയില്ലല്ലോ. ഇത് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് വായിച്ചിട്ട് ഈശ്വര ഇത് ഓഫർ ലെറ്റർ ആണ്, എനിക്ക് അവിടേക്കുള്ള ഓഫർ ലെറ്റർ ആണ് വന്നേക്കുന്നത്, IIC ബാംഗ്ലൂരിൽ അഡ്മിഷൻ ആയിട്ടുണ്ട്, ഇനി ഞാനത് അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു സ്റ്റേജിലാണെന്നുള്ള ആ ഒരു റിയാലിറ്റി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനത് നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസിന്, സിവിലിയൻസിലെ ഫാക്കൽറ്റീസിന് അയച്ചു കൊടുത്തു. എന്നിട്ട് സാറിനോട് ഞാൻ ചോദിച്ചു, സാർ ഇതൊന്ന് വായിച്ചിട്ട് ഇതെന്താ ഇതിലെന്താണുള്ളതൊന്ന് വായിച്ചിട്ട് പറഞ്ഞു തരാം. എന്നിട്ട് ജിഷ്ണു സാറിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. സാർ എന്നിട്ട് ഇത് വായിച്ചിട്ട് സാർ പറഞ്ഞു അതിര കൺഗ്രാറ്റ്സ്, ഇന്നപോലെ അഡ്മിഷൻ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് വീട്ടിലാണെങ്കിലും വീട്ടുകാരോടൊക്കെ പറഞ്ഞ് വിശ്വസിക്കുമോ എന്നുള്ള ഡൗട്ടായിരുന്നു. ഞാൻ ഗോകുൽ സാറിനെ വിളിച്ചു, സാറേ ഇങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു അതിര പോട്ടെ, 800 രൂപയില്ലേ പോട്ടെ, സാരമില്ല സഹിച്ചോ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ വീട്ടിൽ അമ്മയാണേലും പറഞ്ഞു ഇത്രയും മുടക്കിയില്ലേ, ഇനി ഇതാണോ, സാരമില്ല പോട്ടെ, അത്ര വയസ്സിൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല അവിടുന്ന് ഒരു ഓഫർ ലെറ്റർ വരുമെന്നോ അവിടെ പഠിക്കാൻ പറ്റുന്ന, അതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ സ്വപ്നം കണ്ടതിലും വലിയൊരു ഓഫർ നമ്മളെ തേടി എത്തിയപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. ഒറ്റയ്ക്കാണ് നമുക്ക് ഇത്രയൊന്നും ഇവിടെ വരെ ഒന്നും എത്താൻ പറ്റില്ലായിരുന്നു. നമ്മുടെ ലൈഫിൻ്റെ കറക്റ്റ് ടൈമിൽ നമ്മുടെ ലൈഫിൻ്റെ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചത് സിവിലിയൻസ് ആണെന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ട്രാക്കിൽ നമുക്കൊരു നല്ലൊരു ലൈഫിലേക്കുള്ള ഒരു പുതിയൊരു കുറേ എക്സ്പോഷറും പുതിയ ആൾക്കാരും പുതിയ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി തരാനുള്ള ഒരു അവസരം ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.